ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള 15-അംഗ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവിനെ ഒഴിവാക്കി പന്തിനെ ഉൾപ്പെടുത്തിയത് സഞ്ജു ഫാൻസിനൊക്കെ വലിയ നിരാശയാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയയിൽ പന്ത് തിളങ്ങിയില്ല, ഏകദിനങ്ങളിൽ മികച്ച റെക്കോർഡും ഇല്ല. എന്നിട്ടും സഞ്ജുവിന് പകരം ഋഷഭ് പന്തിനെയാണ് സെലക്ടർമാർ തിരഞ്ഞെടുത്തത്. എന്നാൽ സഞ്ജുവിന്റെ കാര്യമാകട്ടെ, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2023 അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടിക്കുകയും ചെയ്തിട്ടുണ്ട്. T20 ക്രിക്കറ്റിൽ അവസാനം കളിച്ച 5 കളിയിൽ 3 സെഞ്ചുറി അടിച്ചിട്ടുമുണ്ട്. എന്നിട്ടും നമ്മുടെ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഋഷഭ് പന്തിനെ സെലക്ടർമാർ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെടുത്തത് എന്ന് പറയുകയാണ് നമ്മുടെ മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കൂടിയായ ദിനേശ് കാർത്തിക്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവും ഋഷഭ് പന്തും തമ്മിൽ നേരിട്ടുള്ള മത്സരമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ദിനേശ് കാർത്തിക് പറഞ്ഞു. സഞ്ജുവിനെയും ഋഷഭ് പന്തിനെയും വിക്കറ്റ് കീപ്പർമാരെയും മാത്രമല്ല, സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായി മാത്രമായി വേണമെങ്കിലും ടീമിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എനിക്ക് തോന്നുന്നത് സഞ്ജുവിന് പകരം ഋഷഭ് പന്തിനെ ടീമിലെടുത്തത് ഒറ്റ കാരണമേ ഉള്ളൂ. അത് ഋഷഭ് പന്ത് ഇടം കയ്യനാണ് എന്നത് മാത്രമാണ്. ബാറ്റിംഗ് നിരയിൽ ഒരു ഇടം കയ്യൻ ബാറ്ററുടെ സാന്നിധ്യം ടീമിന് നൽകുന്ന വൈവിധ്യം കണക്കിലെടുത്താണ് ഋഷഭ് പന്തിന് അവസരം നൽകിയത്. സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ എത്തുന്നതിന് തൊട്ടടുത്തെത്തിയിരുന്നു. ഇതിനു പുറമെ സഞ്ജു വിജയ് ഹസാരയിൽ കളിക്കാത്തതും തിരിച്ചടി ആയി എന്ന് വേണം വിലയിരുത്താൻ എന്ന് കാർത്തിക് പറയുന്നു. എന്താണെങ്കിലും സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തതിൽ നമ്മൾ ആരാധകരൊക്കെ വളരെ നിരാശയാണ് ഉള്ളത്. എന്തൊക്കെയാണെങ്കിലും തന്നെ ഉൾപ്പെടുത്താത്ത സെലക്ടർമാർക്കെതിരെ സഞ്ജു ബാറ്റ് കൊണ്ട് മറുപടി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യ-ഇംഗ്ലണ്ട് ഫസ്റ്റ് T20യിൽ വളരെ അതിഗംഭീരമായ തുടക്കമാണ് ഓപ്പണിംഗിൽ സഞ്ജു കാഴ്ചവെച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ടേക്ക് കെയർ.